ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വില്യം ഏണസ്റ്റ് ഹെൻലിയുടെ ഇൻവിക്ടസ് എന്ന പോയാണ് നോക്കാൻ പോകുന്നത്. ഇൻവിക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺകേർഡ്, ഒരിക്കലും കീഴടക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. ഒരിക്കലും കീഴടക്കാനാവാത്ത മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ചിട്ടും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള മനുഷ്യരുടെ കഴിവിനെയും ആ ഒരു വിൽ പവറിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ പോയത്തിൽ പറയുന്നത്. നമ്മുടെ പോയറ്റിന് ട്യൂബർകുലോസിസ് വന്ന് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കാല് നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നീസിൻ്റെ താഴത്തോട്ട് അദ്ദേഹത്തിന് കാല് മുറിച്ച് കളയേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അദ്ദേഹം ഒരുപാട് പോയംസ് എഴുതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഹോസ്പിറ്റൽ പോയംസ് തന്നെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഫേമസ് ആക്കിയത്. അങ്ങനെയുള്ള ആ ഒരു ഹോസ്പിറ്റൽ പോയത്തിൽ പെടുന്ന ഒരാണ് ഈ ഇൻവിക്ടസ് എന്ന് പറയുന്ന ഈ പോയം. അപ്പോൾ ഈ പോയത്തിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. Out of the night that covers me, black as the pit from pole to pole, I thank whatever gods may be for my unconquerable soul. അപ്പം നമ്മുടെ ഈ പോയറ്റിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുട്ട് നിറഞ്ഞ, ഡാർക്ക്നെസ് നിറഞ്ഞ ഒരു കുഴി പോലെയാണ്. ജീവിതം മൊത്തം അന്ധകാരം, ഒരു ജീവിതത്തിൽ ഇനി ഹോപ്പിൻ്റെ, പ്രതീക്ഷയുടെ ഒരംശം പോലും ബാക്കിയില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ പോയറ്റിന് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ സമയത്തും നമ്മുടെ പോയറ്റ് ഗോഡിന് താങ്ക് യു പറയാണ്, നന്ദി പറയാണ്. എന്തിനാണ്? ഈ പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു അൺകോൺകറബിൾ ആയിട്ടുള്ള, ഒരിക്കലും കീഴടക്കാൻ പറ്റാത്ത ഒരു ആത്മാവിനെ, ഒരു സോളിനെ തന്നതിൽ, ഈ പെയിൻ മൊത്തം സഹിക്കാൻ കഴിവുള്ള ഈ ഒരു അൺകോൺകറബിൾ സോളിനെ എനിക്ക് തന്നതിൽ നന്ദി എന്ന് പറയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി ഇത്രയും ഡാർക്കസ്റ്റ് ഡേ കൂടി കടന്നു പോവാണ്. പക്ഷേ ഇത്രയും ഡാർക്കസ്റ്റ് ഡേയ്സ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അതെല്ലാം തരണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെയെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരിക്കലും കീഴടക്കാനാക്കാതെ ഒരു ആത്മാവിനെ കൂടി ദൈവം തന്നു. അപ്പോൾ അതിന് അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു പെയിനും ഒരു പ്രശ്നത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവറിനെ തകർക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയാണ്, ഇൻ ദ ഫെൽ ക്ലച്ച് ഓഫ് സർക്കംസ്റ്റൻസ് ഐ ഹാവ് നോട്ട് വിൻസ് നോ ക്രൈഡ് അലൗഡ് അണ്ടർ ദ ബ്ലഡ് ഗോയിനിങ്സ് ഓഫ് ചാൻസ് മൈ ഹെഡ് ഈസ് ബ്ലഡി ബട്ട് അൺബോയിഡ്. അതായത് അദ്ദേഹം ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയ ആളാണ്. അതിനെല്ലാം അതിനെ ഓവർകം ചെയ്യാനൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു അദ്ദേഹം. പക്ഷേ എത്ര ഡിഫിക്കൽട്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കറേജ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യം നഷ്ടപ്പെട്ടു പോകാൻ, അത് തകർന്നു പോകാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചില്ല. ചില സിറ്റുവേഷൻസിൽ കൂടി പോയപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്, ഹി എഗ്രീസ് ദാറ്റ് സം ഡിഫിക്കൽട്ടീസ് ഹാവ് മെയ്ഡ് ഹിം ബ്ലീഡ് ആൻഡ് സഫർ. അതായത് അദ്ദേഹത്തിനെ ചോര ചിന്തിപ്പിച്ച, വേദനിപ്പിച്ച, ഒരുപാട് സഫർ ചെയ്യിച്ച ഒരുപാട് സിറ്റുവേഷൻസും ഡിഫിക്കൽട്ടീസും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിലൊന്ന് തലകുനിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ അതിന് മുമ്പിൽ പേടിച്ച് കരയാനോ അദ്ദേഹത്തെ തന്നെ അനുവദിച്ചില്ല എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിൽ പവർ ഒന്ന് ആലോചിക്കണം. അത്രയ്ക്ക് ഒരു ബ്ലഡി അല്ലെങ്കിൽ അത്രയ്ക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോഴും തൻ്റെ തോൽവി സമ്മതിക്കാണ്ട്, കരയാണ്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവറിനെ നമുക്ക് ഈ സ്റ്റാൻസയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് തേർഡ് സ്റ്റാൻസയിൽ പറയാണ്, ബിയോണ്ട് ദിസ് പ്ലേസ് ഓഫ് wrath and tears looms but the horror of shade, and yet the menace of the years finds and shall find me unafraid. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പോയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എഴുതിയ പോയാണിത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിന്, നമ്മുടെ മൂഡിലും എല്ലാത്തിലും ഭയങ്കര ഒരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിലൊരു ഹൊറർ, ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഡാർക്ക് റിഫ്ലക്ഷനാണ് അദ്ദേഹത്തിൽ ഉണ്ടാകുന്നത്. ആ ഒരു വൈബാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പക്ഷേ ഇത് എന്തൊക്കെ ഉണ്ടാവാലും ഈ സിറ്റുവേഷനെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനായിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ടാണ് നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ പോയറ്റ് ഇവിടെ ഇരിക്കുന്നത്. എന്തൊക്കെ ഓഡ്സ് വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ മുമ്പിൽ വന്നാലും അതിനെല്ലാം ഫേസ് ചെയ്യണം, സർവൈവ് ചെയ്യണം എന്നൊരു ഡിറ്റർമിനേഷൻ നമുക്ക് പോയറ്റിൻ്റെ സൗണ്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പോയറ്റ് പറയുന്ന ഇതാണ്, ഇത്രയും കൊല്ലം ഞാൻ വളരെ ബ്രേവായിട്ട് ഇതിനെയൊക്കെ ഫേസ് ചെയ്തു. ഇനിയും ഞാൻ ഇതുപോലെ തന്നെ അൺഅഫ്രെയ്ഡ് ആയിട്ട്, ഭയപ്പെടാണ്ട് ഇതിനെ ഫേസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത്
ഹോസ്പിറ്റലിൽ കുറേ നാളായിട്ട് അദ്ദേഹം കിടന്നു പോകുക. അപ്പോൾ അത്രയും നാൾ അദ്ദേഹം ഈ പെയിൻസിനെയും സഫറിങ്സിനെയൊക്കെ ഫേസ് ചെയ്തുവെങ്കിൽ ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ ഫേസ് ചെയ്യും, നിങ്ങൾ എന്നെ അങ്ങനെ തന്നെ ഫേസ് ചെയ്യുന്നതായിട്ടായിരിക്കും കാണുന്നതെന്നാണ് ഈ സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ഹൗ സ്ട്രൈറ്റ് ദ ഗേറ്റ്, ഹൗ ചാർജഡ് വിത്ത് പണിഷ്മെൻറ്റ്സ് ദ സ്ക്രോൾ, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫെയ്റ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. ഇതിൽ തന്നെ ഈ അവസാനത്തെ 2 ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റത്തെ വരികൾ കൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ ബൈബിളിലുള്ള ഒരു കോട്ടാണ്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കോട്ടാണ്: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവൻ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വഴി ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവനോ ചുരുക്കം. അപ്പോൾ അദ്ദേഹം ഒരുപാട് സഫറിങ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും സഫർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫായിരിക്കും എന്നാണ് പറയുന്നത്. ജീവിതം മൊത്തം നമുക്ക് ഭയങ്കര സൗകര്യകരമായിട്ട് നല്ല പാതയിലൂടെ നമുക്ക് ചിലപ്പോൾ കടന്നുപോയി നമ്മൾ അവസാനം നമ്മുടെ എൻഡ് എന്ന് പറയുന്നത് വളരെ ഹൊറിബിളായിട്ടുള്ള ഒരു എൻഡായിരിക്കും. ജീവിതം നന്നാവുന്നത് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ്. അപ്പോൾ അതാണ് ഈ ആദ്യത്തെ 2 ലൈൻസിൽ പറയുന്നത്. ഇനി ഈ അവസാനത്തെ ആ ഒരു കപ്ലറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയാണ്: എൻ്റെ വിധിയുടെ മാസ്റ്റർ ഞാൻ തന്നെയാണ്, എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന കപ്പിത്താനും ഞാൻ തന്നെയാണ്. അതായത് എൻ്റെ ഈ പ്രോബ്ലംസ് എല്ലാം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ കണ്ട് തോക്കണോ തോക്കണ്ടയോ, അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ വിൽ പവർ, എനിക്കതിനെ ഫേസ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ട്. എൻ്റെ ഭാവി എന്തായിരിക്കും, എൻ്റെ വിധി എന്താണെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അല്ലാണ്ട് എൻ്റെ ഫെയ്റ്റ് ഇതാണ്, എൻ്റെ കാല് പോയി, എൻ്റെ ജീവിതം നശിച്ചു അങ്ങനെ പറഞ്ഞ് ഞാൻ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സാഡായിട്ട് ഇരിക്കത്തില്ല. ഞാൻ തന്നെ എൻ്റെ ഡെസ്റ്റിനി എഴുതും. അങ്ങനത്തെ ആ ഒരു ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവറാണ് ഈ അവസാനത്തെ ഈ കപ്ലറ്റിൽ കാണുന്നത്. അപ്പോൾ ഈ പോയം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ അത്യാവശ്യം അദ്ദേഹം കുറേ ഇമാജിനറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എ ലോങ് ഡാർക്ക് നൈറ്റ് കൊണ്ട് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ദ ഹൊറിഫിക് ഷാഡോ ഓഫ് ഡെത്ത്, അതൊക്കെ നല്ല ഇമേജറീസ് ആണ്. അപ്പോൾ ഈ പോയം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.